സുചേട്ടൻ നാളെ നടുകറങ്ങിഞ്ഞ നട്ടം തിരിഞ്ഞടി തങ്കമ്മേ ഇപ്പൊ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കം. ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കുറെ നാളുകളെ കൂടെയാണ് രേണുസുതി എടുക്കുന്നത്. ഞാൻ വിട്ടുകളഞ്ഞ കേസാണ്. എന്ന് വെച്ചെങ്കിൽ പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും അതിന്റെ വാല് വളഞ്ഞിരിക്കുള്ളൂ, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഈ ഒരു സാധനത്തെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാനില്ല. കാരണം പറഞ്ഞ് നമ്മളും അടുത്തു, നമ്മുടെ ക്യാരക്ടറും മാറുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പൊന്നു കഴിച്ച് ഞാൻ ഇതിന്റെ ഇതുപോലും സ്റ്റോറി പോലും കാണുന്നില്ലായിരുന്നു. അതാണ് വാസ്തവം. ഞാൻ ഇത് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ കേസാണ്. അപ്പം എല്ലാവർക്കും താല്പര്യം രേണുസുതി സബ്ജക്ട് കാണാനാണ്. അപ്പൊ ഒരുപാട് എവിടുന്നാണെന്ന് അറിയില്ല, എവിടുന്നൊക്കെയോ ആൾക്കാർ രേണുസുതി സബ്ജക്ട് ഉണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ നാൾ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം. ഞാനും കൂടെ ഒന്നൊക്കെ ആ സൈഡിൽ കൂടെ പോട്ടെ. പിന്നെ എന്താണ് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലല്ലേ നമുക്ക് പിന്നീട് വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കൂടെ ഒന്ന് സഹകരിക്കുക. അപ്പൊ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. പുള്ളിക്കാരി എന്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കണ്ടേ. അപ്പൊ ഒന്നേന്ന് തുടങ്ങാം. കൂടുതൽ നമുക്ക് സോങ് വെക്കാൻ പറ്റില്ല, കോപ്പി സ്ട്രൈക്ക് തരും. നെഗറ്റീവ് കമന്റുകൾ വേണ്ട തങ്കമേ. കലാഭമണിയുടെ പാട്ടിന് രേണുസുതിയുടെ ഡാൻസ് കമന്റ് ബോക്സ് പൂട്ടാൻ കാരണം ഇതാണ്. കാരണം എന്താണ്? ക്ലീവേജ് കാണിച്ചും അല്പവസ്ത്രധാരയായിട്ടും മണിയുടെ പാട്ടിട്ടാണ് പുള്ളിക്കാരിയുടെ ചടങ്ങ്. രേണുസുതിക്ക് അറിയാം ഗൈസ് എവിടെ എങ്ങനെ ഡെലിവറി ചെയ്യണമെന്ന്. അത് പുള്ളിക്കാരി നല്ല ഈ നെഗറ്റീവ് റീച്ച് ആവശ്യത്തിലധികം മുതലാക്കി ഒരേ ഒരു മുതലേ ഉള്ളൂ. അത് രേണുവാണ്, രേഷ്മ പി തങ്കച്ചനാണ്. ഒരു നാണ ഉളുപ്പും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ഈ പുള്ളിക്കാരിയോട് ചോദിക്കത്തില്ല. കാരണം ഉളുപ്പും ഇല്ല, ഒന്നുമില്ല, മാനമില്ല, അഭിമാനമില്ല, അങ്ങനെ ഒരു തേങ്ങാക്കൊല ഇല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിയാണ്. മനുഷ്യജീവിയുടെ ഗണത്തിൽ പെടുത്താമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലടി. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോ തകർന്ന് താഴെ പോയി ചോദിച്ചാൽ മതി. പക്ഷെ ഇത് ഒരു 1.5 ഐറ്റവും മുതലുമാണ്. നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളി വിട്ട് കളഞ്ഞ കേസാണ്. അതിന്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് ഇതുപോലെ കുറെ എണ്ണങ്ങൾ. ഇതെല്ലാം എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നതാണ്. നെക്സ്റ്റ് ഇതെന്താ സംഭവം? ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. നമ്മുടെ മന്ദാരച്ചേലയാട്ടോ. അതായത് 500K അവളെ എയറിൽ നിർത്തുമ്പോഴും അവളുടെ വീഡിയോകൾ പറയുന്നു. അതായത് പാവപ്പെട്ടവളായതുകൊണ്ടല്ല അവളെ പലതും താഴ്ത്താൻ ശ്രമിച്ചത് കൊണ്ടല്ലേ രേണു ഉയരങ്ങൾക്ക്. അതൊരു മിസ്റ്റേക്ക് ആണ്. ഇവള് പാവപ്പെട്ടവളായതുകൊണ്ടല്ല ആരും ഇവളെ താഴ്ത്തിക്കിട്ടത്. ഇവിടെ കയ്യിലിരിപ്പ്, ഇവിടെ നാക്ക്, ഇവിടെ പ്രവൃത്തി, ഇവള് കാണിക്കുന്ന ഓരോരോ അപരാധ കഥകൾ അറിഞ്ഞിട്ടാണ് ഞങ്ങളെ പോലുള്ളവര് ഇവളെ താഴ്ത്തിക്കിട്ടിയത്. അല്ലാതെ ഒന്നുമല്ല. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഈ കിടന്ന് ഈ വായിട്ട് അലയ്ക്കുന്നത് ഞങ്ങൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണ് ഈ കിടന്ന് അലയ്ക്കുന്നത്. ഇവളുടെ ഇത്രയും പോകുന്ന സാധനമാണെങ്കിൽ ഇവിടെ കയ്യിലിരിപ്പ് ഇത്രയും നീണ്ട ഒരു ലിസ്റ്റാണ്. അതുപോലത്തെ ഇതാണ് കാണിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു. അതിനകത്ത് കാണിക്കുന്ന പരിപാടി പോട്ടെ. അതിന് മുമ്പ് കാണിച്ചത് എന്താണ്? ഈ മന്ദാലച്ചേല തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കള്ളുഷാപ്പിൽ 3 എണ്ണമാണ് ഇവളെ എടുത്തിട്ട് അമ്മാനം ആടിയത്. അത് മാത്രം. ഇവള് പറയുന്ന ഡബിൾ മീനിങ്, വടാത് മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞ് ഇവള് കാരണമാണ് ഞാൻ വട എന്ന് പറഞ്ഞ വാക്ക് വരെ പഠിച്ചത്. അപ്പൊ അതുപോലെയുള്ള ഇത് പിന്നെന്താണ് ഒരു ചെറിയ പയ്യനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മൊത്തം ഡബിൾ മീനിങ് സ്റ്റൈൽ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുതുതലമുറ കാണുകയാണ്. അപ്പം ഇതൊക്കെ കാരണമാണ് രേണുസുതിയെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ കാരണം. അല്ലാതെ വേറെ ഒന്നുമില്ല. രേണുസുതി ഒരിക്കലും വീട്ടിൽ വെള്ള സാരി ഉടുത്ത് നടക്കണമെന്നോ അതുവഴി ഇതുവഴി നടക്കണമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ ഇവള് കാണിക്കുന്ന അപരാധത്തരവും അതുപോലെ തന്നെ ഒന്നും ഇവള് കുറഞ്ഞ ചെറിയ വിത്തൊന്നും അല്ല. അപ്പൊ പിന്നെന്താണ് ഈ വിധവ കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു പ്രകടനം, അതൊരു വിക്ടിം കാർഡാണ്. അത് ഇറക്കിയിട്ടുള്ള പ്രകടനം. പിന്നെ എപ്പോഴും എന്റെ സുധിച്ചേട്ടൻ ഇവള് വിധവയൊന്നുമല്ല, വിധവയ്ക്കായിരുന്നു പണ്ട്, ഇപ്പൊ വിധവയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഷെബീന ബീബിയുടെ ചാനലിലൂടെ വന്ന വോയിസ് അടക്കം നമ്മൾ കേട്ടതല്ലേ, അതൊക്കെ ഏകദേശം ഉള്ളതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാറ്റിന്റെ കാര്യം, മെഴുകാൻ വന്ന രീതി, അത് ഇത് എല്ലാം ഇവളെ മുതലെടുക്കുകയാണ്. ഇവിടെ മാനേജർ അടക്കമുള്ള ആൾക്കാർ ഇവളെ മുതലെടുക്കുകയാണ്. ഇതിന് ബുദ്ധിയും ബോധമൊന്നും ഇല്ല. ഇങ്ങനെ നടക്കണം. ഇനി ഒരു കാലത്ത് തിരിച്ചറിയുമ്പോഴത്തേക്ക് അതെന്താവുന്ന കണ്ടു തന്നെ അറിയണം. ഈ ഒരു മന്ദാലച്ചേലക്കകത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവളെ ഇട്ടിട്ട് 3 പേരിട്ടിട്ട് അമ്മാനമാടിയത്. ഏത് പെണ്ണിങ്ങനെ നിന്ന് കൊടുക്കും? അത് മാത്രമാണ് 5-8-10 മീഡിയാസ് ഇവിടെ പുറകിന് നടന്നിട്ട് എന്തെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒരു പെണ്ണിനോടൊന്ന് ചോദിക്കുന്നത് നിന്റെ സൈസ് എത്രയാന്ന് പബ്ലിക്കായിട്ട് ചോദിക്കുമ്പോൾ അവൾ പബ്ലിക്കായിട്ട് ഒരു ഉളുപ്പില്ലാതെ എന്റെ സൈസ് ഇതാണ് ചേട്ടാ, എന്റെ സൈസ് അതാണ് ചേട്ടാ, അതാണ് മറ്റാണ് മറിച്ചാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞങ്ങ് കൊടുക്കുക. വിവരമില്ല, വെള്ളിയാഴ്ചയില്ല. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യമില്ല. ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് ആ സംഭവം അവിടെ എവിടെയെങ്കിലും ഞാൻ പറയുന്നില്ല, തങ്കച്ചനെ പറഞ്ഞാൽ മതിയല്ലോ.
ഇത് ഞാൻ കുറെ നാൾ കൊണ്ട് ഇത് കാണുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. എന്റെ ഈ പോസ്റ്റിന് രേണുസുതി ചേച്ചി കമന്റ് ഇട്ടാൽ അവരുടെ എല്ലാ വീഡിയോയും ഞാൻ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ കുറെ ഇത് പൈസ കൊടുത്ത് ജയിക്കുന്നതാണെന്ന് അറിയത്തില്ല. ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട്, കാരണം ഇതെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു PR ഗിമിക്ക് വർക്കാൻ തോന്നുന്നു. കാരണം ഇവൾമാർ തന്നെ പൈസ കൊടുത്ത് ഇറക്കിയിട്ട് കാണിച്ച ഏതോ ഒരു ഡാഡി ഇല്ലാത്തരവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരേ സമയത്ത് ഇത്രയും അധികം പേര് ഒരേപോലെ പോസ്റ്റ് ഇടുകൂടെ. ഞാൻ കുറെ അധികം പോസ്റ്റ് 6, 7, 8 ഒന്നുമല്ല, കുറെ അധികം പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സംശയം രേണുസുതി ആയതുകൊണ്ട് ഇതുപോലത്തെ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ടേ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് കാണാം. ഇത് ഞാൻ പറഞ്ഞ രേണുസുതി ഈ വീഡിയോക്ക് കമന്റ് ഇട്ടേ. ഇത് കുറെ എണ്ണങ്ങൾ വരുന്നുണ്ട്. രേണുസുതി കമന്റ് ഇട്ടാലേ അത് ഇടുകയുള്ളൂ, തിന്നുകയുള്ളൂ, അപ്പ ഇടുകയുള്ളൂ, ഷർട്ട് ഇടുകയുള്ളൂ, രേണുസുതി എന്ത് വന്നാലേ അത് ചെയ്യുള്ളൂ. അത് കുറെ വീഡിയോ കണ്ടു. അതുകൊണ്ട് എനിക്ക് തോന്നി ഇവള് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, രേണുസുതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിടുന്ന കമന്റുകൾ, വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടാതെ ഇവിടെ തെറിവാക്കുകൾ അങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ഇവിടെ അഭിസംബോധന ചെയ്യുവാണെങ്കിൽ രേണുസുതി ഫ്രീ പ്രൊമോഷൻ തരുന്നതാണ്. അത് രേണുസുതി എടുത്തിട്ട് തന്നെ വായിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുറെ വീഡിയോകൾ കഴിഞ്ഞ ദിവസം വരുന്നതാണ്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് എവിടെയും വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ബിസിനസിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പൊ എന്തോ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തെല്ലാം സംഗതികളും ഉണ്ടല്ലോ. ഇതെന്താണ്ട് സജിന, രേണുസുതി, പിന്നെ നമ്മുടെ ശ്രീതു, ഇതെല്ലാരും കൂടെ എന്താണ് ഒരു 19-ാം മൈലോ 19-ാം വളവോ അങ്ങനെ കണ്ട ഒരു ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഇത് ആണ്. വെളിയില് ട്രീസർ പോലെ എന്തോ സംഭവം പുറത്തിറക്കിക്കുവാണ്. എന്ത് അപരാധമാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടില്ല. രേണുസുതി ഉള്ളതുകൊണ്ട് മിക്കവാറും ഇത് വേറെ രീതിയിലാണ് പോകേണ്ടി വരേണ്ടത്. പിന്നെ അറിയത്തില്ല, ഇത് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് ഇതിനകത്ത് പടച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. കൊച്ചിനെ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് ഏറ്റവും കലിപ്പ് വരുന്ന ഇതാണ്. ഇവള് കണ്ടിടത്തെല്ലാം നിരങ്ങിയിട്ട് ഈ കൊച്ചിനെ വേണ്ടിയിട്ടാണ് പറയുന്ന ഈ ഒരു സംഭവം. അതാണ് സഹിക്കാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൊച്ച് വളരെ ചെറുതാണ്. ഒരു നാൾ അവനും വലുതാകുമ്പോഴത്തേക്ക് അവൻ തിരിച്ചറിയും എന്റെ അമ്മ ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് എന്നെ വളർത്തിയതെന്ന് പറയുമ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ബോധവും എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലാത്ത ഒരു സാധനമാണ് ഈ രേണുസുതി. പിന്നെ ഫോട്ടോ ഇരിക്കുന്ന സുധിച്ചേട്ടൻ എങ്ങനെയാ കൊച്ചെ നാളത്തെ ദിവസത്തെ പ്രത്യേകത പറയുന്നത്? അങ്ങേര് മരിച്ചു പോയില്ലേ? അങ്ങർക്ക് ഫോട്ടോ വെച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? പറ. ഇതാ പറഞ്ഞ ഇവക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ. ഫോട്ടോ മരിച്ചു പോയ സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് സുധിച്ചേട്ടാ നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്നാ പറ. ഇതാണ് രേണുസുതി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ സുധിച്ചേട്ട അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്റെ തുണികൾ ഉരിഞ്ഞു കാണിക്കുന്നതാണ്. അതുപോലെ വേറെ പല കുലിസിത പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെടുന്നതായിരിക്കും. വെഡിങ് ആനിവേഴ്സറി അല്ലേ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, സുധിച്ചേട്ടന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇത് മറ്റേത് രേണുസുതി വന്ന് കമന്റ് ഇടാതെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങില്ല. അത് അവിടെ തന്നെ ഇരുന്നു. മതി കോപ്പി സ്ട്രൈക്ക് കിട്ടും. ഇതാരാ മൊത്തക്കാരെ? എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് എൻ്റെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം അനുരാഗക്കാറ്റ് റിലീസാകുകയാണ്. ഇങ്ങേരാണ് അനുരാഗക്കാറ്റ് റിലീസ് ആക്കിക്കൊണ്ട് വന്നത്. വളരെ നന്ദിയുണ്ട്. അപ്പം രേണുസുതിയാണ് നായിക കൊണ്ട് ഏത് തരത്തിലുള്ള അനുരാഗക്കാറ്റാണ്, അത് ഏത് ദിശയിൽ നിന്ന് എങ്ങനെ വീശാൽ എങ്ങനെ ഏത് ആംഗിൾ എടുത്ത് അത് ശരിയാകും, എല്ലാം നന്നായിട്ടൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, പ്രേക്ഷകരെ നമ്മള് അവർക്കൊരു ഇത് കൊടുക്കണമല്ലോ. പ്രേമത്തിനും അനുരാഗത്തിനും പുതിയ ഒരു പ്രേമത്തിനും സ്നേഹത്തിനും അനുരാഗത്തിനും പുതിയ അർത്ഥം. പുതിയ അർത്ഥമൊന്നുമില്ല. രേണുസുതി ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അത് കാമമാണ്. അതല്ലാതെ അവിടെ വീഡിയോയ്ക്ക് ഇതുവരെ വേറൊരു എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി അപ്പൻ ചത്ത് കിടക്കുന്ന ഫീലിങ്സ് അല്ലെ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞാൽ അവർ സെയിം കട്ടിപ്പൊടി ആ ഒരു സെയിം എക്സ്പ്രഷൻ ഇടുന്നതാണ് രേണുസുതി. അതുകൊണ്ട് ചേട്ടൻ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. നമുക്ക് ആ ക്യാമറയുടെ ആംഗിൾ ഏത് ഭാഗത്തൂടെ പോകുന്നു എന്ന് മാത്രം, അടിയിൽ നിന്ന് മുകളിലോട്ടാണോ മുകളിൽ നിന്ന് താഴോട്ടാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കഥ. ഇതിൽ നായികയായി എത്തുന്നത് മോഹം എന്ന ഷോർട്ട് ഫിലിമിൽ കൂടി മലയാള സോഷ്യൽ മീഡിയയിൽ ഞാൻ പരിചയപ്പെടുത്തിയ രേണുസുതിയാണ്. ഓർമ്മിപ്പിക്കരുതേ പൊന്നേ. ഇപ്പൊ ഇങ്ങനെയാണ് ഇവളെ ഇവിടെ കൊണ്ടിട്ടതല്ലേ? അതിന്റെ ഒരു ഇതാണ്, ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇപ്പോഴും കേരള ജനത മൊത്തം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം ആശാനെ, കൊള്ളാം. മറ്റൊരു പുതുമുഖ നായകനെ കൂടി ഞാൻ
അനുരാഗക്കാറ്റ് ഷോർട്ട് ഫിലിമിൽ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വിഷ്ണു വട്ടപ്പാറ. ഓ, ഇവളെയും കൊണ്ട് തന്നെ ഇങ്ങനെ, ഇനി അവനും കൂടെ വന്നുള്ള അവസ്ഥ എന്തുമായിരിക്കും? കലികാലം. നിങ്ങളെല്ലാവരും ഈ പുതുമയുള്ള അനുരാഗക്കാറ്റ് ഷോർട്ട് ഫിലിം കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലേലും രേണുസുതി എന്താ സുമ്മാവാ? രേണുസുതിയുടെ വീഡിയോസ് എന്താണെങ്കിലും ഷെയർ ചെയ്യപ്പെടും. അത് ലൈക്കിനേക്കാളും കൂടുതൽ ഷെയർ ആണ് പോകുന്നത്. എന്താണെന്നറിയോ? ഈ അവരാതെ ഞാനോ കണ്ടു, നീയും കൂടെ കാണാൻ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന. അല്ലെങ്കിൽ രേണുസുതിയെ നമ്മളെ എന്താണ് ഓരോരുത്തരും കാസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇവള് നല്ലൊരു നടിയായിട്ടോ വലിയ സംഭവമായിട്ടോ ഒന്നും അല്ല. ഇവിടെ അപരാധം കാണാൻ വേണ്ടി ഇവിടെ എന്താണ് ഇതിനകത്ത് പടച്ചു വെച്ചിരിക്കുന്നത്? ആ 10 തെറി പറയാനാണെങ്കിലും ആൾക്കാർ കയറി കാണും. ആ ഉറപ്പിലൂടെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് രേണുസുതിയെ കാലം. അത് വേറെ വലിയ സംഭവം അങ്ങനത്തെ വലിയൊന്നും ആയിട്ടൊന്നും അല്ല. പിന്നെ എന്തൊക്കെയോ കടന്ന് പറയണമെന്നുണ്ട്. പിന്നെ മതി, കുറെ ആയില്ലേ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കമന്റും വരുന്നില്ല, ലൈക്കും വരുന്നില്ല, ഒന്നും വരുന്നില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ.